അഭിരാമി വന്നു, എനിക്കറിയാം. ബിക്കോസ് നീ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അത്രയ്ക്കാണ്. ഐ നോ ദാറ്റ്. മാത്രമല്ല, മാരിഡ് ലൈഫിൽ ഏറ്റവും വലിയ രഹസ്യം അഭിരാമി മനസ്സിൽ സൂക്ഷിക്കുന്നു. കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിനക്കറിയാം. നാളെ ഞാനുമായുള്ള ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചാലും നിനക്ക് നല്ലൊരു അഭിസാരികയാവാം. മിടുക്കിയാണ്. ഒരു മുല്ലവള്ളി പോലെ പറന്നു കയറാൻ നിനക്കാവും. നിന്റെ വായിൽ നിന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച സമ്മതമെന്നൊരു വാക്ക് എൻ്റെ വെറും ഭാഷ മാത്രമായിരുന്നു. എനിക്ക് പ്രിയപ്പെട്ട ഒന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല. ഏറ്റവും സേഫായ ലോക്കറിൽ തന്നെ ഞാൻ അതടച്ചു പൂട്ടും. നിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നീ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുന്നത് എനിക്കിഷ്ടമല്ല. നീ മറ്റൊരാളുടെ ആകുന്നു. ആ മറ്റൊരാൾ നിന്റെ ഭർത്താവാണെങ്കിൽ പോലും. നിന്റെ ശരീരത്തിന്റെ ചൂടും ഗന്ധവും എനിക്കിനിയും വേണം. നീ വീണ്ടും ഇവിടെ എത്തിയ നിമിഷം മുതൽ ഞാനത് ആഗ്രഹിക്കുക. കുംഭസാരത്തിൽ പൊതിഞ്ഞ ഭീഷണി. അത് മാധവദാസ് എന്ന മഹാവ്യക്തിയുടെ രീതി. എല്ലാം അറിഞ്ഞിട്ടും താങ്കളെപ്പോലൊരാളുടെ മുന്നിൽ സഹായം തേടി വന്നത് എൻ്റെ തെറ്റ്, എൻ്റെ നിസ്സഹായത. നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ എൻ്റെ ഉള്ളിൽ 2 അഭിരാമി ഉണ്ടായിരുന്നു. അതിലൊരു അഭിരാമിയെ ഞാൻ കൊന്നു. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ അഭിരാമിയെ നിങ്ങൾക്ക് പ്രൊവോക്ക് ചെയ്യാനാവില്ല. Don't underestimate me. I am possessed by you. നിനക്ക് എന്തു വേണമെങ്കിലും ഡിമാൻഡ് ചെയ്യാം. എന്തും. വേണ്ട. ഇനി ആ സൗജന്യം ഒരിക്കൽ തന്നത് തിരിച്ചു തരാൻ വേണ്ടിയാ ഞാൻ വന്നത്. നിങ്ങൾ തന്ന സമ്മാനം. It's precious. നിനക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്തതാണിത്. ഇനി ഞാൻ സ്വപ്നങ്ങൾ കാണുന്നില്ലെങ്കിലോ? വാങ്ങിക്കേ. What a shame. ഞാനിത് അഭിരാമിക്ക് സമ്മാനമായി തന്നാണ്. ഒരിക്കൽ തന്ന സമ്മാനം തിരിച്ചു വാങ്ങിക്കാൻ മാത്രം ചീപ്പല്ല ഞാൻ. വെറുതെ തന്നതല്ലോ. ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് തന്ന സമ്മാനം, അല്ലെങ്കിൽ പ്രതിഫലം. ശാരീരിക ബന്ധത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാണ്. അവിടെ പുരുഷൻ മാത്രം സ്ത്രീയെ ആസ്വദിക്കുകയല്ല ചെയ്യുന്നത്, സ്ത്രീ പുരുഷനെ ആസ്വദിക്കുന്നില്ലേ? അങ്ങനെയാകുമ്പോ നിങ്ങളെ ഉപയോഗിച്ചതിന് ഞാൻ തരുന്ന സമ്മാനമാണിത്. ഗുഡ് ബൈ. അഭിരാമി, അഭിരാമി, അഭിരാമി. മാഗി, കോൾ ഹർ. അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അവൾ വല്ലോ അബദ്ധവും കാണിച്ച. മാഗി, ഞാൻ പറയുന്ന കേൾക്ക്. അവളെ തിരിച്ചു വിളിക്കുക. വേണ്ട, അവളെങ്കിലും രക്ഷപ്പെടട്ടെ. അവൾ എന്നെ തോപ്പിച്ചു. അഭിരാമി, മാധവദാസിനെ തോൽപ്പിക്കാൻ ഒരു പെണ്ണുണ്ടായി. അതും ഒരു പെണ്ണ്. As a woman, she's great. അഹങ്കരിക്കണ്ട. നിന്റെ അഹങ്കാരം ഇനിയും വേണ്ട. You are a fool. ഇവിടെ വരാനായിരുന്നെങ്കിൽ മോളെയും കൂട്ടായിരുന്നില്ല. ഈ സ്ഥലം ഓർമ്മയുണ്ടോ ലിയോയ്ക്ക്? പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഒരുപാട് മാറിയിട്ടുണ്ടല്ലേ. നീ എന്തിനാ ഇവിടേക്ക് വരാൻ പറഞ്ഞത്? പഴയ ഓർമ്മകൾ അയവിറക്കാനായിരിക്കുമല്ലേ? അല്ല, എല്ലാ ഓർമ്മകളും മായ്ച്ചു കളയണമെന്ന് പറയാൻ. നീ എന്താ ഇങ്ങനെ സംസാരിക്കണം? നമുക്ക് പിരിയാം. ഡിവോഴ്സ്.
അബി, എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. നിനക്കതിന് കഴിയില്ല. ഒരിക്കൽ ഞാൻ ചോദിച്ചത് ഓർമ്മയുണ്ടോ, ലിയോയ്ക്ക് എന്നെ കുറിച്ചുള്ള വിശ്വാസം എത്രയാണെന്ന്? ഞാൻ ലിയോയോടൊന്നും ഒളിച്ചു വെക്കാറില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോന്ന്? നിനക്കതിന് കഴിയുമെന്നായിരുന്നു നിന്റെ മറുചോദ്യം. കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞപ്പോഴും നീ ചിന്തിച്ചത് നല്ല വഴിക്കായിരുന്നു. ഒരു സാരിയുടെ വിലയെക്കുറിച്ച് പറഞ്ഞെന്നോണം. അതിനപ്പുറം ചിന്തിക്കാൻ നിനക്കാവുമായിരുന്നില്ല. നിന്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം. ഞാനും പിന്നെ ഒന്നും പറഞ്ഞില്ല. അതെന്റെ സ്വാർത്ഥതയായിരുന്നു. പക്ഷെ അന്ന് മുതൽ എൻ്റെ മനസ്സ് പിടയുകയായിരുന്നു. ഇനിയും നിന്നോട് അത് തുറന്നു പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. നമുക്ക് പിരിയാം. ഡിവോഴ്സ്. എനിക്കത് വേണം. എനിക്ക് നിന്നോട് പ്രണയമാണ്. അതൊരിക്കലും നഷ്ടപ്പെടരുതെന്ന ആഗ്രഹം. നമ്മൾ ഒന്നിച്ചു കഴിയുമ്പോൾ ഇനി അതൊരിക്കലും സംഭവിക്കില്ല. അബി, നീ എന്താ പറയുന്നത്? നിനക്കെന്താ പറ്റിയത്? ഇത്രയൊക്കെ കേട്ടിട്ടും നിനക്കൊന്നും ഊഹിക്കാനാവുന്നില്ലേ? അബി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഞാൻ ചീത്തയാണെന്ന് പറയേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ വേദന, അത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അബി, നീ അതെ, എനിക്കത് സംഭവിച്ചു. അബി, എന്തൊക്കെ നുണകളെ പറയുന്നു? എന്നെയും നമ്മുടെ മോളെയും നീ മറന്നു എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അത് നിനക്ക് എന്നോടുള്ള സ്നേഹം. എന്നെ കുറിച്ചുള്ള സത്യം മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടി വരുമ്പോ നീ അതെനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. നിനക്ക് എന്ത് ശിക്ഷയും വിധിക്കാം. And the child will be with the first petitioner, father. In view of the circumstances, the petition is allowed and the divorce granted. പോട്ടെ. മോളെ, മമ്മി എപ്പോഴാ
വരം